നമസ്കാരം സുഹൃത്തുക്കളെ, ഡ്രീമേഴ്സ് വേൾഡിൻ്റെ ആദ്യ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ യാത്ര തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാകാം. മിനി മാലിദ്വീപ് എന്നും തായ്ലൻഡ് എന്നും അറിയപ്പെടുന്ന കന്യാകുമാരി ജില്ലയിലെ ലെമൂർ ബീച്ചിലേക്ക്. തിരുവനന്തപുരത്തു നിന്നും 2.5 മണിക്കൂർ യാത്ര. പാറശാല വഴി തക്കലയിൽ നിന്നും ഗണപതിപുരത്തേക്ക്. നാഗർകോവിൽ നിന്നും 12 കിലോമീറ്റർ യാത്രയെ വേണ്ടു ലെമൂർ ബീച്ചിലെത്താൻ. രാത്രിയുടെ ആത്മാവ് എന്നർത്ഥം വരുന്ന ലെമറസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ലെമൂർ എന്ന വാക്കുണ്ടായത്. ഇന്ത്യ ടുഡേ ടൂറിസം സർവേയുടെ 2023 ബെസ്റ്റ് ബീച്ച് ആൻഡ് കോസ്റ്റൽ ഡെസ്റ്റിനേഷൻ അവാർഡ് ലെമൂർ ബീച്ചിന് ലഭിച്ചിട്ടുണ്ട്. ലെമൂർ ബീച്ചിലേക്കുള്ള യാത്രാവഴികളിൽ ഇരുവശത്തും മനോഹരമായ കാഴ്ചകൾ കാണാം. അതാസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നീങ്ങി. പാർക്കിങ്ങിനായി 10 രൂപ അടച്ചു. എൻട്രി ഫ്രീ ആണ്. തെങ്ങിൻ തോപ്പുകളാണ് ഇരുവശത്തും. ഇരുവശങ്ങളിലുമുള്ള തെങ്ങിൻ തോപ്പുകൾ നമ്മളെ വരവേൽക്കാൻ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കയർ ഉൽപാദനത്തിനു വേണ്ടി തൊണ്ടുകൾ അടുക്കി വച്ചിരിക്കുന്നത് കാണാം. ഇതാണ് പ്രധാന ഗേറ്റ്. ലെമൂർ ബീച്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആയിരങ്കാൽ പൊയ്മുഖം ബീച്ച് എന്നും ഗണപതിപുരം ബീച്ച് എന്നും ലെമൂർ ബീച്ച് അറിയപ്പെടുന്നുണ്ട്. കയറുമ്പോൾ വലതുവശത്തായി കുടിവെള്ള സൗകര്യം ഒരുക്കി വച്ചിരിക്കുന്നു. തൊട്ടടുത്തായി ഒരു അമ്പലം കാണാം. സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോഴുള്ള കാഴ്ച മനസ്സ് കുളിർപ്പിക്കുന്നതാണ്. ഇരിക്കാനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അടുക്കി വച്ചിരിക്കുന്നത് പോലെയുള്ള കാറ്റാടി മരങ്ങൾ ഒരു പ്രത്യേക ഭംഗി ലെമൂർ ബീച്ചിന് നൽകുന്നു. മുന്നിലേക്ക് പോകുമ്പോൾ നീല നിറത്തിൽ ഒഴുകിയെത്തുന്ന കടൽ. ഇവിടുത്തെ ഏറ്റവും മികച്ച പ്രത്യേകതയായി എനിക്ക് തോന്നിയത് വൃത്തിയാണ്. അപകട സാധ്യത കൂടുതലായതിനാൽ ഇവിടെ കുളിക്കാൻ അനുവാദമില്ല. ശേഷമുള്ള സമയമാണ് ലെമൂർ ബീച്ചിലേക്ക് വരാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ആളുകൾ കുറവും വെയിൽ കുറഞ്ഞിരിക്കുന്ന സമയവുമായതിനാൽ ബീച്ചിൻ്റെ ഭംഗി നന്നേ ആസ്വദിക്കാൻ സാധിക്കും. ഏറെ നേരം ലെമൂർ ബീച്ചിൽ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു ഐസ്ക്രീമും കരിമ്പിൻ ജ്യൂസും കുടിച്ചു. മനോഹരമായ കാഴ്ചകൾ കൊണ്ട് മനസ്സു നിറച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി ഇതിലും മനോഹരമായ അടുത്തൊരു വീഡിയോയുമായി കാണാം. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.